ക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയെ. മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയും പ്രാർത്ഥനയായിട്ട് പല ആളുകളും ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമാണിത്. അതിന് പ്രധാനമായും പറയുന്നത് പ്രസന്നവദൻ ആയിട്ടുള്ള ആൾക്കാണ് വിഘ്നങ്ങളെ ശമിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രസന്നവദനരായിരിക്കട്ടെ. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ഞാൻ ഡോക്ടർ അനൂപ് എം എസ്, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. പല ആളുകളും വീഡിയോ കണ്ടിട്ട് പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരെണ്ണം ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയിൽ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം വേണ്ട ആള് ശ്രദ്ധയുള്ളവനായിരിക്കണം. എല്ലാ വേദാന്ത പുരാണങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ സംഹിതകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കിയാൽ എല്ലാത്തിനെയും ചുരുക്കി ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും സാരം. അപ്പോൾ നമുക്ക് ഇതിൽ പലതരത്തിൽപ്പെട്ട ഈ ശ്രദ്ധിക്കുന്നതിനെ തന്നെ പലതരത്തിൽ നമുക്ക് വീക്ഷിക്കാം. നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം? കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര, തഥൈവച അല്പാഹാരം, ജീർണവസ്ത്രം. ഇതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷണമായി പറയുന്നത്. കാക്കയെ പോലെ കാണുന്നത്, നോക്കുന്ന, അതുപോലെ തന്നെ കൊക്കിനെ പോലെ കൃത്യമായി മീനിനെ തേടുക, അങ്ങനെ പട്ടിയെപ്പോലെ ഉറങ്ങുക, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ പറയുന്നു. അതുപോലെ ജീർണവസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് യൂണിഫോം എന്നുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്, ഏറ്റവും നന്നായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പലതരത്തിൽപ്പെട്ട രീതിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ വിജയം, പരാജയം എന്ന് പറയുന്നത് പഠനത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല മാതൃകകളെയും നമുക്ക് ഒന്ന് വിവക്ഷിച്ച് നോക്കാം. ഒന്ന്, നമ്മൾ പഠിക്കുമ്പോൾ പൂർണ്ണമായി പഠിക്കാതെ പകുതി പഠിക്കുക. അത് നമുക്ക് ചിലപ്പോൾ ഗുലുമാലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അഭിമന്യുവിൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കുന്നത് പകുതി പഠിച്ചിട്ട് ബാക്കിയുള്ളവർ പിന്നാലെ വരും എന്ന് വിചാരിച്ചിട്ട് അതിൽ മുമ്പോട്ട് പോയി. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങി. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് ഏകലവിൻ്റെ രീതി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം തന്നെ വിദ്യ പഠിക്കുകയും ദ്രോണാചാര്യരാണ് ഗുരു എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് തന്നെ, ഗുരു എന്ന് പറഞ്ഞ ദ്രോണാചാര്യരുടെ അടുത്ത് തന്നെ വിരൽ മുറിച്ച് നീക്കപ്പെട്ടു. അത് ശരിക്കും നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ അഭാവത്താലാണ്, ഞാൻ തന്നെ ചെയ്തു എന്ന് പറയാനുള്ള കാര്യത്തിൻ്റെ അഭാവത്തിലാണ് സംഭവിച്ചത്. പിന്നീടൊന്നാണ് നമുക്ക് കർണൻ്റെ കാര്യം. കർണനെ സംബന്ധിച്ചിടത്തോളം പല സാഹചര്യങ്ങൾ കൊണ്ടും കർണന് പലപ്പോഴും നുണ പറഞ്ഞ് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പഠിച്ച വിദ്യകൾ പലപ്പോഴും മറന്നു പോവുക എന്ന് പറയുന്നത്. ആവശ്യമായ സന്ദർഭങ്ങളിൽ ഇത് ഓർക്കാതെ വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഋജുവായിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുന്നതാണ് എപ്പോഴും പഠിക്കാൻ നല്ലത്. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ യുധിഷ്ഠിരനെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തിയററ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായി അറിയാം. പക്ഷെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും അപകടത്തിൽ കുടുങ്ങും, ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ചൂതുകളി പോലത്തെ ഉള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടുക, അങ്ങനെയുള്ളത് സംഭവിക്കുന്നു. പിന്നെ ഒന്ന് നമുക്ക് ദുര്യോധനെയാണ് എടുക്കാൻ പറ്റുന്നത്. ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും, എല്ലാം നല്ല അഭ്യാസിയാണ്, എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ദുര്യോധനൻ തൻ്റെ രഹസ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. അപ്പം അമ്മയടക്കമുള്ള ആളുകളോടും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അത് പരാജയത്തിന് കാരണമായി. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിദ്യാർത്ഥികളിൽ ശീലിക്കേണ്ട ഗുണങ്ങളിൽ പെട്ട പല കാര്യങ്ങളുള്ള ആളാണ് അർജുനൻ. ഏകാഗ്രത, ഷാർപ്നെസ്, ബാക്കി എല്ലാ കഴിവുകളുള്ള ആളാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനന് സ്ട്രെസ്, ടെൻഷൻ ഭയങ്കരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും പരാജയപ്പെടുവോ വിജയിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ആരോടാണ്, കുറേ കൂടുതലായിട്ട് ആധ്യാത്മികതയൊക്കെ കലർത്തിയുള്ള ചിന്ത കൊണ്ടും അർജുനന് പല പ്രശ്നങ്ങളുണ്ടായി. അതേപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന ഒരാളാണ് ഹനുമാൻ. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ സൂര്യനിൽ നിന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത്
ഭഗവത്ഗീതയിൽ സൂര്യന് ഞാൻ ഈ തത്വം ഉപദേശിച്ചു എന്നാണ്. പക്ഷേ ഈ സൂര്യനിൽ നിന്ന് നേരിട്ട് ജ്ഞാനം സ്വീകരിച്ച ആളാണ് ഹനുമാൻ. പക്ഷേ ഇത് പലപ്പോഴും ഹനുമാൻ്റെ ശക്തി വിസ്മരിക്കപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത്. അസുരരാജാവായ പ്രഹ്ലാദനിൽ നിന്നാണ് ദേവേന്ദ്രൻ നല്ല ശീലങ്ങളെ പഠിച്ചത്. നല്ല ശീലങ്ങൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നും എടുക്കാമെന്ന് പറയുന്നതാണ് അതിലുള്ള കാര്യം. മറ്റൊന്നാണ്, നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മഹാഭാരതം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വേദവ്യാസനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഗണപതിയാണ് എഴുതിയത്. ഈ ഗണപതി എഴുതുമ്പോൾ വ്യാസൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി എഴുതുന്ന സിസ്റ്റം മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായുള്ള കാര്യം. അതാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അത് അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ലെവലിലും അതുപോലെ തന്നെ നമ്മുടെ സിദ്ധി എന്ന് പറയുന്നത് സ്കിൽ എന്ന് പറയുന്നത് എക്സ്പെർട്ടൈസേഷനും എക്സ്പീരിയൻസും കൂടെ ഉള്ള സംഭവത്താണ് നമുക്ക് സ്കില്ലുണ്ടാവുന്നത്. അതുപോലെ നമുക്ക് വേറൊരു കാര്യമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അത് നമ്മുടെ രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യാസേനച്ച കൗന്ദേയ വൈരാഗ്യേണ ച ശസ്യതേ. അതാണ് അഭ്യാസം. പുനരാവർത്തനം അഭ്യാസം. ആവർത്തിച്ച് പഠിച്ചാൽ നമുക്ക് ശ്രദ്ധിച്ച് പഠിച്ചു എന്ന് വെച്ചുകൊണ്ട് മാത്രം ഓർമ്മ നിൽക്കില്ല. ആവർത്തിച്ച് പഠിക്കണം, എങ്കിലേ അത് നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ വൈരാഗ്യേന ബാക്കിയുള്ള വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കണം. വ്യവസായ ബുദ്ധി ഏകഹ, ഒറ്റ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസത്തിന് വേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഭഗവത്ഗീതയിൽ പറയുന്നു യോഗ കർമ്മസു കൗശലം. കർമ്മത്തിലുള്ള കുശലതയാണ് യോഗ. അതായത് കർമ്മകുശലത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജോലിയിൽ പല ടെക്നിക്സും അതുപോലെ നമ്മളുടെ പഠനത്തിൽ പല ടെക്നിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ടാണ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും ഒക്കെ പഠിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഓർമ്മ നിൽക്കും. അതുപോലെ നമുക്ക് വേറെ ചില ടെക്നിക്സ്, ഇപ്പോൾ ഞങ്ങൾ കോളേജിൽ ആയുർവേദത്തിൽ ശ്ലോകങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ പാട്ടുകൾ ഇട്ടിട്ട് പഠിക്കും. അത് ഒക്കെ ഓർമ്മ നിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ എടുക്കുമ്പോൾ ചില സിനിമാ നടന്മാരുടെയൊക്കെ ഉദാഹരണം എടുത്തിട്ട് പല സന്ദർഭങ്ങളിലും പറയും. അങ്ങനെയുള്ള പല തരങ്ങളിലും നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്ത് വച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പഠിക്കാൻ സഹായകരമാകും. അതിന് പല കോഡുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ വച്ചുകൊണ്ട് പ്രാക്ടിക്കലായും തിയററ്റിക്കലായിട്ടും മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് പഠനത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് പോകാൻ പറ്റുക. അതായത് നമ്മൾ രത്നാദി സദസ്സജ്ഞാനം എന്ന ശാസ്ത്രാദേവജായതേ. രത്നം വ്യാപാരികൾ അത് പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പ്രാക്ടിക്കലും കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നു സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തി മനീഷിണ. നമുക്ക് സാമ്പ്രദായികമായ ശൈലിയുടെ നമുക്ക് തിയറിയെയും പ്രാക്ടിക്കലിനെയും ഒരുപോലെ കൊണ്ടുപോയി പഠിക്കാൻ സാധിക്കുന്നതാണ് ഒരു ജീവിതത്തിൽ വിദ്യാർത്ഥികൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം. എല്ലാ വിദ്യാർത്ഥികളും ഇത് നിങ്ങളുടെ ഇപ്പോൾ കേൾക്കുന്ന വലിയ ആളുകൾ തങ്ങളുടെ മക്കൾക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുകയും കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യണം. അവർക്ക് പഠനത്തിന് ഈ വീഡിയോ പ്രയോജനപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ഈ സന്ദേശം ആളുകളിൽ എത്തിക്കാൻ സാധിക്കുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.